ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. NCR ട്രാവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ചെറുതായിട്ട് മഴ തുള്ളി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വയനാട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങളെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പലിശ നീട്ടുന്നില്ല, ചെറിയ മഴ തുള്ളുന്നു. മഴ കൂടിക്കൂടി വരുന്നുണ്ട്. ഞാനൊരു മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ മഴയത്ത് ബൈക്ക് റൈഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സുഖം വേറെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചങ്ങയുടെ ഒപ്പം പോവാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ഒരു നല്ല മഴയും കൂടെ ഉണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതേപോലെ കാലിയായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് ഇത്ര വേഗത്തിൽ വണ്ടി ഓടിച്ച് പോകാനോ. ഇത് ഇവിടെ ഇടതുവശത്ത് ഇത് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഫുള്ള് തിങ്ങി നിറഞ്ഞ് വണ്ടികളായിരിക്കും. ഇതിപ്പോൾ അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തിരക്കാവും. ഇത് ശിവൻ്റെ അമ്പലം കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കൊട്ടിയൂർ ശിവൻ്റെ അമ്പലം. കേരളത്തിന് പുറത്തുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് തൊഴുത് പോകാറുണ്ട്. മഴ ചെറുതായിട്ട് കൂടുന്നുണ്ട്. മഴ പെയ്തു തുടങ്ങി. കണ്ടോ, കടകൾ രണ്ട് സൈഡിലും കണ്ടോ. ഇവിടേക്ക് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കും കേട്ടോ. കിലോമീറ്ററുകളോളം കടകളുണ്ടാവും. ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങി കേട്ടോ. അത് ഒന്നാമത്തെ ഹെയർ പിന്നാണ്. ഇനി അങ്ങോട്ട് മുകളിലോട്ട് വളവും തിരിവും കോടയും മഞ്ഞുമൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. നൂലുമഴ പോലത്തെ മഴയുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞാൻ ഈ കടയിൽ നിന്ന് ചായ മേടിച്ചിട്ട് കുറച്ചപ്പുറം ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോയിരുന്ന് ചായയെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകാറുണ്ട്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. എന്തേ താഴെ ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. അതിനു മുമ്പ് ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. നല്ല വ്യൂകൾ ഉണ്ടായിരുന്നു ഇവിടുന്ന്. പക്ഷേ ഈ റബ്ബർ തൈകളെല്ലാം പൊങ്ങി ഇത്രയും മുകളിലെത്തിയത് കൊണ്ട് താഴേക്ക് വ്യൂ ഒന്നുമില്ല. ഇല്ലായിരുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ പ്രദേശം കംപ്ലീറ്റ് കാണാമായിരുന്നു. മുമ്പിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലകളും മലനിരകളും. ഇങ്ങനെ നല്ല രസമായിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. അതുകൊണ്ട് KSRTC ബസ് ഇറങ്ങി വരുന്നത് എന്ത് നല്ല രസം നോക്കി. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ല. ഞാനിതിന് കുറേ റീൽസ് ചെയ്തിട്ടുണ്ട്. ആളുകളൊക്കെ കുറേ ഇവിടെ വന്ന് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. നമുക്ക് താഴേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കോടയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. കോടയാണ് എങ്കിലും ഞാൻ പോയി കാണിച്ചു തരാവേ. നല്ലൊരു രസം ഇവിടെ വന്നിരിക്കാനായിട്ട്. കണ്ടോ, താഴെ നിറച്ച് കോട കേട്ടോ. ഒന്നും കാണത്തില്ല. ഇവിടെ ഞാൻ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. അവിടെ നിന്ന് ചായ മേടിച്ച് ആ കടയിൽ നിന്ന് ചായ മേടിച്ചിട്ട് അവിടെ വന്നിട്ട് ചായ കുടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും കുറച്ച് നേരത്തേക്ക്. ഉണ്ടോ, എന്നെക്കാൾ ഹൈറ്റിൽ അവിടെ മലനിരകളുണ്ട്. പക്ഷേ കോട ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഉണ്ട് ആ മരത്തിൻ്റെ. ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം അവിടെ പോയിരിക്കാനായിട്ട്. മഴ ഇങ്ങനെ തൂളി തൂളി നിൽക്കുക. അതൊരു പ്രത്യേക വൈബ് കേട്ടോ. മഴ ഇങ്ങനെ തൂളി നിൽക്കുമ്പോൾ കോട നിറഞ്ഞിരിക്കുക കേട്ടോ. ഒന്നും കാണത്തില്ല. പിന്നെ ഒരിക്കലും ഞാൻ വന്നിട്ട് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇത് രസം നോക്കി. ഇവിടെ കുറേ പേര് വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതാ കണ്ടു കഴിയുമ്പോൾ ദേഷ്യം വരുന്നത്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കുപ്പിയും വേസ്റ്റും എല്ലാം വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കി. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത. അത് ഒരിക്കലും മാറില്ല. എവിടെ ചെന്നാലും ഉണ്ടാവും ഇങ്ങനെ. ഉണ്ട്, എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഇവിടെ വന്ന് നിൽക്കാനൊരു പ്രത്യേക സുഖം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത്ര വിസിബിലിറ്റി ഉണ്ടെങ്കിലും നമുക്കല്ലാതെ നേരിട്ട് കാണുമ്പോൾ ഇത്രയൊന്നും റോഡൊന്നും കാണാൻ പറ്റത്തില്ല. ഉണ്ടോ, വണ്ടികൾക്ക് ലൈറ്റിട്ടാണ് ഇറങ്ങി വരുന്നത്. ചെറിയ മഞ്ഞും നൂല് മഴയും. അടിപൊളി വൈബ്. റൈഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന വഴിയാട്ടോ ഇത്. കാരണം പൊളഞ്ഞുള്ള വഴികൾ, കയറ്റം, കോട, മഞ്ഞ്, മഴ. വാവ്, അത് പറയുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട് കേട്ടോ.
ഇവിടെ വഴികൾക്ക് വീതി കുറവാണ്. അതുകൊണ്ട് മുകളിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചവിട്ടി നിർത്തി കൊടുക്കേണ്ടി വരും. അല്ലെ താഴെ നിന്ന് ലോഡും വണ്ടികളൊക്കെ വരുമ്പോൾ ചവിട്ടി നിർത്തി. ചില സ്ഥലത്തൊക്കെ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിർത്തി കൊടുത്തിട്ട് കയറി വരണം. വളവിലൊക്കെ ഹോണടിച്ച് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നിർത്തി കൊടുക്കാൻ ശ്രമിക്കുക. കണ്ടോ, മുമ്പിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാമെങ്കിലും എനിക്ക് കാണത്തില്ല. കാരണം ഞാൻ ഗ്ലാസ് താത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മഞ്ഞ് നമ്മുടെ ഗ്ലാസ് ഞാൻ കണ്ണാടി വെച്ചിട്ടുള്ള കാരണം കണ്ണാടിയിലേക്ക് സ്പെക്സിലേക്ക് ഈ മഞ്ഞ് വന്നിട്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റാതെ ആവും. പിന്നെ മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളൊന്നും കാണത്തില്ല കേട്ടോ. ഇതൊരു ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാട്ടോ ഇത്. എനിക്കൊന്ന് കേരളത്തിലെ തന്നെ ഡേഞ്ചറസ് റോഡുകളിലൊന്നും ആയത് കേരളത്തിൽ തന്നെയല്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ വീതി വളരെ കുറവാണ്. ആളുകളൊക്കെ വണ്ടി കൊണ്ടിട്ടിട്ട് ഉണ്ടോ. നല്ലൊരു സീനറി കേട്ടോ ഇവിടെ. ഇതിൻ്റെ താഴേക്ക് വലിയ കൊക്കയാണ്. താഴെ ആ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിലെയാണ്, ഇവിടെ നിന്നാണ് വരുന്നത്, ഇത് ഈ താഴെ കൂടെ ഉണ്ടോ. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ, ഒന്നും കാണത്തില്ല. അവിടുന്ന് വണ്ടി കയറി വരുന്നുണ്ട്. ചെറിയൊരു ലൈറ്റ് കാണുന്നുണ്ട് കണ്ടോ. എൻ്റെ പൊന്നു, കിഡ് വൈബ് കേട്ടോ. ഇപ്പോൾ ഉച്ചയായതേ ഉള്ളൂ സമയം. ഉച്ച സമയത്ത് ഈ അവസ്ഥയാണ് ഇവിടെ കണ്ടോ. ആ വണ്ടി ഇത്ര അടുത്തെത്തിയതിന് ശേഷമാണ് വണ്ടിയിൽ നിന്ന് കാണാൻ പറ്റിയത്. അടിപൊളി. ഇത് മുകളിലേക്കൊന്നും ഒന്നും കാണത്തില്ല കണ്ടോ. ആ വണ്ടി അവിടം വരെ ചെന്ന് കാണാൻ പറ്റി. പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും കാണത്തില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പം കാണത്തില്ല, അത്രയ്ക്ക് കോടയാണ്. കിഡ് വൈബാ കേട്ടോ. എന്താ പൊന്നെ, ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അടിപൊളി. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കോട നിറഞ്ഞ വഴിയിലൂടെ മുകളിലേക്ക് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട് എത്താറായി. ബോയ്സ് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മുമ്പിലൊന്നും കാണത്തില്ല. ഇനി അങ്ങോട്ട് ഇതിലും കൂടുതൽ മഞ്ഞായിരിക്കും കേട്ടോ. എന്താ രസം എന്നറിയോ. ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഈ ഒരു സുഖം നമ്മൾ വേറെ അല്ലാതെ എങ്ങനെയൊക്കെ യാത്ര ചെയ്താലും കിട്ടത്തില്ല. നല്ല രസമുണ്ട്. കണ്ടോ, മഞ്ഞ് കൂടി ഒരു ഭയങ്കരമായിട്ട് കോട കേട്ടോ. ഒന്നും കാണത്തില്ല, ദൂരത്തേക്കൊന്നും കാണത്തില്ല. കണ്ടോ, വണ്ടി 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വന്നിട്ട് വരെ അടുത്തെത്തുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് കോടയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഇത്രയും പോലും വിസിബിൾ അല്ല കേട്ടോ. കണ്ടോ, ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്. എത്ര അടുത്തെത്തിയാൽ പിന്നെ ഒന്നും കാണാൻ പറ്റിയേ. ബ്ലാക്ക് വണ്ടി, ഒരു ഗ്രേ കളറിലെ വണ്ടിയൊക്കെയാണോ ഒട്ടും കാണാൻ പറ്റത്തില്ല. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോയാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ലൈറ്റ് ഇട്ടാൽ വരെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ പ്രൊജക്ടർ LED ലൈറ്റ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതേസമയം ഹാലജൻ ലാമ്പാണെങ്കിൽ ഉണ്ടോ, ആൾ നടന്നു പോകുന്നുണ്ട്. ചേച്ചിയല്ല, ചേട്ടനാണ്. അങ്ങനെ നമ്മൾ ബോയ്സ് ടൗൺ എത്തി. ഇടത്തോട്ട് നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. റൈറ്റിലേക്ക് നമ്മൾ നെടുമ്പൊയ്ക്ക് പോകും. എന്താ രസം നോക്കിയേ. ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മൂന്നാർ എന്ന അതേ ഫീലിംഗ് കേട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഗൈസ്, അങ്ങനെ നമ്മൾ വയനാട് എൻട്രി ചെയ്തേക്കുവാണ്. വയനാടിൻ്റെ വാഗമണ്ണിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇതൊരു തേയിലത്തോട്ടമാണ് വയനാട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നത്. ആ ബൈക്കിന് പുറകിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ പുറകിലൊരു വണ്ടി കുറച്ചും ദൂരെ കിടപ്പുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നു, വാഗമണ്ണി ചെന്ന അതേ ഫീലിംഗ് അല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് മഴയും കോടയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ഈ സമയത്ത് വരുവാണെങ്കിൽ ശരിക്കും നിങ്ങൾ എന്താ പറയുക, പറയും വാക്ക് കിട്ടുന്നത്, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കിടുവാണ് ഇവിടുത്തെ വൈബ്. കണ്ടോ, ആ പുറകെ കിടന്ന വണ്ടി ഇത്ര അടുത്ത് എത്തിയപ്പോഴാണ് വണ്ടീനെ കാണാൻ പറ്റിയത്. അത്രയ്ക്ക് മഞ്ഞാണ്. അപ്പോൾ ഗൈസ്, വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ നിന്ന് കാണത്തില്ല കേട്ടോ. മഴ പെയ്തിട്ട് റോഡിൻ്റെ സൈഡിലുള്ള ചെളി റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, സ്ലിപ്പാവുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കൂട്ടറുകാരൻ അവിടെ തെന്നി വീണ്ടായിരുന്നു. അത് സംഭവിച്ചതെന്നു വെച്ചാൽ ഫ്രണ്ടിൽ പോയ ഒരു വണ്ടിക്കാരൻ എന്തോ കഴിച്ചിട്ട് പുറകോട്ട് വലിച്ചെറിഞ്ഞു. അതേ കയറിയിട്ട് അയാൾ തെന്നി അങ്ങ് പോയി. അത് ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ. ഈ കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. അവർ പല ഭക്ഷണ സാധനങ്ങളും കുപ്പികളും വെള്ളമെല്ലാം പുറത്തേക്ക് കാറിനുള്ളിൽ ഇരുന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഇടും. അത് പുറകിൽ ബൈക്കുകാരൊക്കെ വരുന്നെങ്കിൽ എന്ത് ഡേഞ്ചറസ് ആണെന്ന് അറിയാം. സെയിം
സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ. കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തിരുന്ന സമയത്ത് പിള്ളേരും കണ്ട് ബോട്ടിൽ വെള്ളമാണോ കോളയാണോ എന്തോ കുടിച്ചിട്ട് നേരെ പുറത്തേക്ക് അത് കളഞ്ഞത്. അപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കി വെച്ചേക്കുമായിരുന്നു. അത് എൻ്റെ കണ്ണിലേക്ക് വീണിട്ട് എനിക്ക് കണ്ണ് നീറി പെട്ടെന്ന് തന്നെ അതേ സ്പോട്ടിൽ ആ സമയത്ത് ആ ഫ്രണ്ട് പോയ വണ്ടിക്കാരൻ സ്ലോ ആക്കി. ഞാൻ പെട്ടെന്ന് ആ സ്പോട്ടിൽ കണ്ണ് തുറന്നില്ലായിരുന്നു, ഞാൻ അതിൻ്റെ പോയി അടിച്ചത്. ഭയങ്കര ഡേഞ്ചറസ് ആണത്, പലർക്കും അറിയത്തില്ല. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ മാനന്തവാടി ടൗൺ എത്തി. ഇവിടെയൊന്നും വലിയ കോടയൊന്നുമില്ല കേട്ടോ. ആ 42 നിന്നാ കയറി വരുന്ന ആ ഭാഗത്താണ് ഭയങ്കരമായിട്ട് കോടയുള്ളത്. ഇനി അങ്ങോട്ട് കോടയുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ ടൗൺ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ടാണ് ഇറങ്ങിയത്. ഞാനൊരു 2-3 മാസം മുമ്പെങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു. 3 മാസം മുമ്പെങ്ങാണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വെള്ളമൊന്നും ഉണ്ടായില്ല. ചുമ്മാ അതിലേക്ക് ഒന്ന് കറങ്ങി തേയിലത്തോട്ടത്തിൽ കൂടെ കറങ്ങി ഞാനിങ്ങ് പോരും ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് മഴ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് പോകണമെന്ന്. എനിക്ക് വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. വേറെയും കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് അടിപൊളി കിടു വെള്ളച്ചാട്ടമുണ്ട്. ഇന്ന് വയനാട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും കേട്ടോ എപ്പോൾ വന്നു കഴിഞ്ഞാൽ. ഒന്നാമത്തെ റോഡിന് വീതി കുറവാണ്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് ഈ ജംഗ്ഷൻ. ഇവിടെ ഭയങ്കര ഇത് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. അല്ല, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ടിട്ട് ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമാണ്. പോലീസുകാർ നിൽപ്പുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇവിടെ. വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിലൊക്കെ. ഇനിയും പോകാനുണ്ട്, കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇവിടെയൊന്നും വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. റോഡൊക്കെ ഉണങ്ങിക്കിടപ്പുണ്ട്. ചെറുതായിട്ട് നൂലുമഴ പോലത്തെ മഴയുണ്ടെന്നല്ലാതെ വലിയ മഴയൊന്നുമില്ല. റോഡൊക്കെ ഉണങ്ങിക്കിടക്കും ഇവിടെയെല്ലാം. ഗൈസ്, ഫൈനലി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആക്ച്വലി വാട്ടർഫോൾ കാണാനല്ല. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം ക്ലോസ്ഡാണ്. അതെനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞ് 2-3 മാസമായിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ നമ്മൾ തിരിച്ചു പോകുന്നില്ല. ഇപ്പോൾ നമ്മളുള്ളത് ബാണാസുര ഡാമിൻ്റെ അടുത്താണ്. നമ്മുടെ ചങ്ങായിനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് 40 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവം എന്ന് പോയി നോക്കണം. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല സത്യത്തിൽ, ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്, വാനിൽ കയറാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടും. 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് മാത്രം. ഇവിടെ വേറെയും കുറേ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. 12D സിനിമ, ഹൊറർ ഹൗസ്, ബമ്പർ കാർ, ഷൂട്ടിംഗ്, പെയിൻബോൾ ഷൂട്ടിംഗ്, അങ്ങനെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും വേറെ ഇവിടെയുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പുറത്തുനിന്നൊന്നും കാണിച്ചു തരാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് എനിക്കൊരു ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ ഞാൻ നടന്നു പോവാണ്. വാനിന് വലിയ റേറ്റൊന്നുമില്ല, പക്ഷേ ഞാൻ നടന്നു പോയാലോ, കാഴ്ചകളൊക്കെ കണ്ട് സമയമുണ്ടല്ലോ. എന്നാ സ്പീഡാ. കുറേ പേര് നടന്നു വരുന്നുണ്ട്. ഇത് വാൻ വരുന്ന വഴിയാണ്. വാനിൽ കയറുവാണെങ്കിൽ ട്രാവലറുണ്ട്, ടെമ്പോ ട്രാവലർ, അതിൽ കൊണ്ടുവിടും. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അധികമൊന്നുമില്ല. ഇതാ കാണുന്നതാണ്, കാണാൻ സാധിക്കും. ഒരു പുള്ളി പോകുന്നുണ്ടോ? ഉണ്ട്.
ഡാം കേട്ടോ, ഡാമിൻ്റെ ഭാഗങ്ങളാണ്. ഹായ്, എന്താ രസം! ഈ പച്ചപ്പ് കാണാൻ തന്നെ ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് കേട്ടോ, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ നടക്കാം. വാഹനം അതിൽ വരുന്നുണ്ട്, എപ്പോഴും വാനുണ്ട് കേട്ടോ. അതേ സമയം നിൽക്കേണ്ടതൊന്നും വരികയല്ല. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി ഞാൻ ഇവിടെ എത്തി. എന്ത് രസം നോക്കിയേ! ഓ, മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിലും ഭംഗി കാണാൻ കേട്ടോ. ഫൈനലി നമ്മളിതിൻ്റെ മുകളിലെത്തി. അപ്പോൾ അങ്ങ് നടന്നു പോകട്ടെ, അങ്ങോട്ട് കുറേ ദൂരം നടന്നു. നമ്മൾ നടന്നിങ്ങ് എത്തി കേട്ടോ. ഇതുണ്ട്, നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇതിലിങ്ങനെ വന്ന് ഇതിലൂടെ കയറി പോകും. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആളുകളൊക്കെ വാഹനമൊക്കെ വരുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് നടന്ന് തന്നെ വരണം, ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച്. അല്ല അതിൻ്റെ ആ ഒരു വൈബ് കിട്ടുന്നുള്ളൂ. അധികം ദൂരമൊന്നുമില്ല, എനിക്കൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങ് വരെ നടന്ന് പോയി നോക്കാം. ഗൈസ്, ഞാനിവിടം വരെ നടന്ന് എത്തി കേട്ടോ. ഇനി ഇതിലങ്ങ് നടന്ന് അങ്ങോട്ട് പോവാം. അങ്ങ് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. എനിക്കൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരിക്കും അവിടെ കാണാനായിട്ട്. അതിലൂടെ ഇറങ്ങി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന്, പക്ഷേ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനിങ്ങ് നടന്ന് ഇവിടം വരെ എത്തി. ഞാൻ ഇവിടം വരെ ഉണ്ടോ? ഓ, അവിടെ ചെറിയ ബോട്ടും വലിയ ബോട്ടും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണുക, കണ്ട് ആസ്വദിച്ച് പോവുക, അത്ര തന്നെ. ഇപ്പോൾ ബോട്ടിങ് ചെയ്യാനുള്ളൊരു മൂഡ് എനിക്കില്ല. ഗൈസ്, ഞാൻ നടന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. എന്ത് രസമാണെന്നറിയില്ല ഇവിടെ നടക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ച് പോകാനായിട്ട് തുടങ്ങിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതിലൊന്ന് നടന്നു നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്താ സംഭവം? ഫിഷ് സ്പാ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പോകുന്നില്ല. ഇവിടെ ബോട്ടിങ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം കേട്ടോ. ടിക്കറ്റ് കൗണ്ടറൊന്നുമില്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകണം. എന്താ തിരക്കെന്നറിയോ? ഇഷ്ടംപോലെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നതെന്ന് തോന്നുന്നു. ഫാമിലിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ ഇരിക്കുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ ഇവിടെ എൻജോയ് ചെയ്യാം. ഓ, നമ്മളിവിടെ എത്തിയല്ലേ, ഞാൻ കാണിച്ചു തരാം, ബോട്ടിങ് കാണിച്ചു തരാവേ. ഓക്കെ, ഇത് കണ്ടോ, ആ ഭാഗത്തു നിന്നാണ് ബോട്ട് കയറേണ്ടത്. ഇവിടെ കുറേ ബോട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കുറേ ആളുകൾ കയറുന്നുണ്ട്, 3-4 പേർക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിലിങ്ങനെ പോയിട്ട് അതിൻ്റെ ചുറ്റും കറങ്ങി അവിടെ പോയിട്ട് തിരിച്ചിങ്ങനെ വരും. നല്ല രസമുണ്ട് കേട്ടോ, കണ്ടു നിൽക്കാനും നല്ല ഭംഗിയാണ്. ഇതൊക്കെ വെള്ളത്തിൻ്റെ നടുക്ക് നല്ല രസമുണ്ട്, മണ്ണൊക്കെ പൊങ്ങിയിരിക്കുന്നത്. അവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടം വരെ വെള്ളം കയറുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം മുകളിൽ വെള്ളം കയറും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ സുഖമെന്ന് വേറെ തന്നെ കേട്ടോ. നല്ല കാറ്റ്, ഈ സൈഡിൽ നല്ല കാറ്റ് വരുന്നുണ്ട്. ഓ, നമ്മൾ ബോട്ട് കയറുന്ന സ്ഥലത്തെത്തി നോക്കാം. ഇവിടെ ടിക്കറ്റ് ഇല്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരണം. കുറേ ബോട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് താഴെ. ഉണ്ടോ, എല്ലാം ബോട്ടിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഇവിടെ ചെറിയൊരു റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൊറാക്കൽ, കനോപ്പി, പെഡൽ ബോട്ട്, കയാക്കിങ്, ഷിക്കാര എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ സാധനമാണെന്ന് തോന്നുന്നു, ആ കാണുന്നത്. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ആ ഷിക്കാരയുണ്ട്, അങ്ങുണ്ട്. നമ്മൾ കാശ്മീരിലൊക്കെ ഉള്ള പോലത്തെ ഷിക്കാര അവിടെ ഉണ്ട്. അങ്ങ് ദൂരെയാണ്, കാണാൻ പറ്റത്തില്ല. ഒരു 2 അവിടെ കാണുന്നുണ്ട് അങ്ങ്. ഓക്കെ, നൈസ്. ഇതാണ് ചിൽഡ്രൻസ് പെഡൽ ബോട്ട് എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് തന്നെ ഇരുന്നിട്ട് ചവിട്ടി പോകാൻ പറ്റും. ഒരു കുട്ടിയെ കാണുന്നുള്ളൂ. ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഡോണ്ട് കിക്ക് മീ, എന്നെ ചവിട്ടരുത്. ഇതിൻ്റെ ഉള്ളിൽ ചവിട്ടാം, പക്ഷേ ഇതിൽ ചവിട്ടരുത്. ഇതൊക്കെ വലിയ കുഴപ്പമില്ല, പിള്ളേർക്കെല്ലാം കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റും. കാരണം ഇത് വലിയ ഡേഞ്ചറസ് ഒന്നുമല്ല. അപ്പുറം ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ
എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനും ഒക്കെ റെസ്റ്റ് എടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇവിടെ പിന്നെ മഴയൊന്നും നനയത്തില്ല പിള്ളേർക്ക്. ഇവിടെ വേറെ ഒരു സംഭവമുണ്ട്, ബുൾ റൈഡ്. 50 രൂപയാണ് ഇവിടെ ചാർജ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. നോക്കാം, ഒരാൾ കയറുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. എന്താ രസം നോക്കിയേ, കുറേ ഊഞ്ഞാലുകളെല്ലാം കെട്ടിയിട്ട് 2 മരത്തിൽ ഇങ്ങനെ വളം കെട്ടിയിട്ട് അതിലൊരു ഊഞ്ഞാൽ കെട്ടിയേക്കുക കേട്ടോ. അങ്ങ് മുകളിലൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടോ, എന്ത് രസമല്ലേ. ഓക്കെ, ഞാൻ കണ്ട് രസിക്കാം, ഇവരെല്ലാം ഊഞ്ഞാലാടിയൊക്കെ രസിക്കട്ടെ. ഇനി ഞാൻ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ ദീവനയുടെ പുറകെ വന്നായിരുന്നു. അത് ഡൽഹിയിൽ നിന്ന് വന്നു കേട്ടോ. അവർ ഡൽഹി രോഹിണി സെക്ടർ 11 താമസിക്കുന്നത്. ഞാനും അവിടെ ഒരു 10-20 വർഷം താമസിച്ചിട്ട് എൻ്റെ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ഡൽഹിയിലായിരുന്നു ജീവിതമൊക്കെ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ